ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 10ാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് 1 ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും. അധ്യായം 3 മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. നമുക്ക് 3ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. 3ാമത്തെ അധ്യായം എന്ന് പറയുന്നത് പ്രശസ്ത നടനായ പ്രകാശ് രാജിൻ്റെ നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന ആത്മകഥയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ്. ഇതിനെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് സുധാകരൻ രാമന്തളിയാണ്. ഈ പാഠഭാഗത്തിൻ്റെ പ്രവേശികയായി 2 വരികൾ നൽകിയിട്ടുണ്ട്. നോക്കാം. ഭാഷ ചിറകാകുമ്പോൾ ഏതാകാശവും നമ്മുടേത്. എന്താണ് ഈ വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. ഒരു മനുഷ്യന് അവൻ്റെ ഏത് വികാരവും ആശയങ്ങളും ഭാവനയും സ്വന്തം ഭാഷയിൽ ആവിഷ്കരിക്കാൻ സാധിക്കും. അതിന് കൃത്യമായ പരിശീലനവും പഠനവും വായനയും അത്യന്താപേക്ഷിതമാണ്. നന്നായി എഴുതാനും വായിക്കാനും അറിയുന്ന ഒരാൾക്ക് തൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്ന ആശയങ്ങളെ കൃത്യമായി അവതരിപ്പിക്കാൻ സാധിക്കും. അതുപോലെ നന്നായി ഭാഷവശമുള്ള ഒരാൾക്ക് തൻ്റെ ഉള്ളിലെ വികാരങ്ങളെ പ്രകടിപ്പിക്കാനും സാധിക്കും. ഇതാണ് ഈ വരികളിലൂടെ അർത്ഥമാകുന്നത്. നമുക്ക് പാഠഭാഗത്തിൻ്റെ വായനയിലേക്കും വിശകലനത്തിലേക്കും കടക്കാം. മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പാഠത്തിൻ്റെ വിശകലനവും പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തരമാതൃകകളും ഉൾപ്പെടുന്നതാണ് ഈ വീഡിയോ. വീഡിയോ മുഴുവനായി കാണാനും പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നൽകിയിട്ടുള്ള മാതൃകാ ഉത്തരങ്ങൾ എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കാനും ശ്രദ്ധിക്കുക. ഉത്തരങ്ങളുടെ മാതൃകയെ മുൻനിർത്തി സ്വന്തമായി ഉത്തരങ്ങൾ രൂപീകരിക്കാനും ശ്രമിക്കുക. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചിരിക്കുക. മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. കുറേ വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ്. മകൾക്കപ്പോൾ 5 വയസ്സ്. പരീക്ഷ കഴിഞ്ഞ് വേനലവധി ആരംഭിച്ചു. തോട്ടത്തിലെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അവധിയുടെ ആഹ്ലാദം അനുഭവിക്കുന്നവരായ ഞാനും അവളും പച്ചക്കറി വാങ്ങാനായി പുറപ്പെട്ടു. അതിനു മുൻപ് ഞങ്ങളൊരു കരാറിലെത്തിയിരുന്നു. അതായത് പച്ചക്കറി വിൽപ്പനക്കാരോട് അവൾ തന്നെ വിലപേശി നിശ്ചയിക്കണം. ഞാൻ അതിലൊന്നും തലയിടാൻ പാടില്ല. അപ്പോൾ ഒരവധിക്കാലത്ത് പ്രകാശ് രാജ് അദ്ദേഹത്തിൻ്റെ 5 വയസ്സുള്ള മകളെയും കൊണ്ട് ഒരു വഴിയോര കച്ചവട കേന്ദ്രത്തിലേക്ക് പോവുകയാണ്. അവിടേക്ക് അവർ പോകുന്നതിന് മുൻപ് ഒരു കരാറിലെത്തുന്നുണ്ട്. ആ കച്ചവടക്കാരോടെല്ലാം ഈ മകൾ തന്നെ വിലപേശി വസ്തുക്കളെല്ലാം വാങ്ങണമെന്ന്. മഹാബലിപുരം എന്ന ചെറിയ ഗ്രാമത്തിലെ വഴിയോരത്തുള്ള പച്ചക്കറി കടയാണ്. മകൾ ചെന്ന് കടയിലുണ്ടായിരുന്ന വൃദ്ധയുടെ മുമ്പിൽ നിന്ന് മുളകിന് ചില്ലി, വഴുതനയ്ക്ക് ബ്രിഞ്ചാൾ, ഉരുളക്കിഴങ്ങിന് പൊട്ടറ്റോ, ഇങ്ങനെ എല്ലാ പച്ചക്കറികളുടെയും പേര് ഇംഗ്ലീഷിൽ പറഞ്ഞ് ആവശ്യപ്പെടുകയാണ്. കടയിലെ വൃദ്ധയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഒടുവിൽ ഓരോരോ പച്ചക്കറിയും കൈകൊണ്ട് തൊട്ട് അവരെ കാണിച്ച് ഇതു വേണം അതു വേണം എന്ന് പറഞ്ഞ് വാങ്ങി. അപ്പോൾ പ്രകാശ് രാജ് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ മകളോട് പറഞ്ഞത് കടയിൽ ചെന്ന് എല്ലാ സാധനങ്ങളും അവൾ തന്നെ വിലപേശി വാങ്ങണമെന്നാണ്. ആ കുട്ടി അപ്പോൾ അത് സമ്മതിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എല്ലാ പച്ചക്കറികളും കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവ് അവൾക്കുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ്. പക്ഷേ തിരിച്ചറിയുന്ന ആ വസ്തുക്കളെ അവൾ അടയാളപ്പെടുത്തുന്നത് അവൾക്കറിയുന്ന ഭാഷയിലാണ്, അല്ലെങ്കിൽ അവൾക്കറിയുന്ന പേരുകളിലാണ്. ആ പേരുകളാകട്ടെ ഇംഗ്ലീഷിലായിരുന്നു. ഈ കാര്യം പ്രകാശ് രാജിനൊട്ട് അറിയുകയുമില്ലായിരുന്നു. അപ്പോൾ കടയിലെത്തിക്കഴിഞ്ഞപ്പോൾ കുട്ടി ഇവയോരോന്നും ഇംഗ്ലീഷ് പേരുകൾ പറഞ്ഞ് തൊട്ടു കാണിച്ചു. എന്നാൽ ഒരു ഗ്രാമപ്രദേശത്ത് കച്ചവടം ചെയ്യുന്ന ആ വൃദ്ധയ്ക്ക് ഇപ്പറഞ്ഞ ഇംഗ്ലീഷ് പേരുകളൊന്നും തന്നെ വശമുണ്ടായിരുന്നില്ല. ഒടുവിൽ കുട്ടിക്ക് അവയോരോന്നും തൊട്ടു കാണിക്കേണ്ടി വന്നു. അടുത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ ഉള്ളിൽ കോപം തിളച്ചു മറഞ്ഞു. ഒപ്പം അവാച്യമായ ഒരു വേദനയും തോന്നി. കുട്ടിയുടെ ഈ പ്രവൃത്തി കണ്ടുകൊണ്ടിരുന്ന പ്രകാശ് രാജിന് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒരു വേദന അനുഭവപ്പെട്ടു. അവാച്യം എന്നാൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തത് എന്ന് അർത്ഥം. എൻ്റെ മകൾ മാതൃഭാഷ ശരിക്കും പഠിച്ചില്ലെങ്കിൽ എന്താകും? പറയൂ. വീട്ടിൽ വന്ന ശേഷം ഞാനും ഭാര്യയും തമ്മിൽ വഴക്ക്. കാരണം എൻ്റെ മകളെ സ്കൂളിൽ ചേർക്കുമ്പോൾ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകാതെ ഹിന്ദി, ഫ്രഞ്ച് തുടങ്ങിയ അന്യഭാഷകൾ പഠിച്ചാൽ ഭാവിയിൽ പ്രയോജനമുണ്ടാകുമെന്ന് ആലോചിച്ചത് അവളാണ്. മാതൃഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന് ശഠിക്കുന്നവനായിരുന്നു ഞാൻ. കുട്ടിയെ സ്കൂളിൽ ചേർത്തത് ഭാര്യയാണ്. ഭാര്യ കുട്ടിയുടെ ഭാവിയോർത്തും
വിദേശ രാജ്യങ്ങളിലും മറ്റും പഠിക്കാനും തൊഴിലവസരങ്ങൾ കിട്ടാനും ഒക്കെ കണക്കാക്കി കുട്ടിയെ ഫ്രഞ്ചിനും ഇംഗ്ലീഷിനുമൊക്കെ പ്രാധാന്യം നൽകുന്ന സ്കൂളിലാണ് ചേർത്തത്. എന്നാൽ പ്രകാശ് രാജിനാകട്ടെ കുട്ടി നല്ലവണ്ണം സ്വന്തം ഭാഷയിൽ എഴുതണമെന്നും വായിക്കണമെന്നുമൊക്കെയായിരുന്നു ആഗ്രഹം. ഒന്നുമില്ലെങ്കിലും മാതൃഭാഷ നന്നായി കൈകാര്യം ചെയ്യാനെങ്കിലും കുട്ടിക്ക് അറിയണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും തിരിച്ചെത്തിയപ്പോൾ അവർ തമ്മിൽ വീട്ടിൽ വലിയൊരു വഴക്ക് നടന്നു. അടുത്ത പേജിലേക്ക് പോകാം. നോക്കൂ, എൻ്റെ മാതൃഭാഷ കന്നഡയാണ്. അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല. മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു. ഇപ്പോൾ കന്നഡ, തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങി പല ഭാഷകൾ എന്നിൽ കുടികൊള്ളുന്നുണ്ട്. മാതൃഭാഷയായ കന്നഡയൊഴികെ മറ്റെല്ലാ ഭാഷകളും എൻ്റെ ആവശ്യങ്ങൾക്കായി, തൊഴിലിനായി പഠിച്ചതാണ്. അപ്പോൾ പ്രകാശ് രാജിൻ്റെ മാതൃഭാഷ എന്താണെന്ന് പറയുന്നു? കന്നഡയാണെന്ന് പറയുന്നു. അത് പഠിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിലെല്ലാവരും കന്നഡയിലാണ് സംസാരിച്ചിരുന്നത്. അദ്ദേഹം നാട്ടുകാരുമായി ഇടപഴകിയിരുന്നത് കന്നഡയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കന്നഡ പഠിക്കുക എന്നൊരു ആവശ്യം ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടായി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ സരളമായും സ്വാഭാവികമായും ആ ഭാഷയുമായി ഇടപഴകുകയായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. പിന്നെ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇതുപോലെ മകൾക്കിപ്പോൾ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഏത് പഠിക്കണം, ഫ്രഞ്ചിന് പ്രാധാന്യം കൊടുക്കുന്ന സിലബസ് പഠിക്കണമോ, അതോ ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുക്കുന്ന സിലബസ് പഠിക്കണമോ എന്നൊക്കെയുള്ള ഒരുപാട് ഓപ്ഷൻസ് മകളുടെ മുൻപിൽ ഉള്ളതുകൊണ്ടാണ് മകൾ അങ്ങനെ ഒരെണ്ണം തിരഞ്ഞെടുക്കുന്നത്. പ്രകാശ് രാജ് പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസത്തിൽ അധികം ഉപാധികളോ അല്ലെങ്കിൽ ഒരുപാട് തിരഞ്ഞെടുപ്പുകൾക്കുള്ള അവസരമോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാതൃഭാഷ സ്വാഭാവികമായി പഠിക്കാനുള്ള അവസരം ലഭിച്ചു എന്ന് വേണം നമ്മൾ കരുതേണ്ടുന്നത്. ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ മറ്റു ഭാഷകളും അറിയാം. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം മറ്റു ഭാഷകൾ പഠിച്ചത്? അത് നിർബന്ധിതമായിട്ട് പഠിച്ചതാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ദക്ഷിണേന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു നടനാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഹിന്ദിയിലും അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹത്തിന് ആ ഭാഷകളെല്ലാം സ്വാഭാവികമായും പഠിക്കേണ്ടതായിട്ട് വന്നു. എൻ്റെ മാതൃഭാഷയിൽ സ്പഷ്ടമായി എഴുതാനും വായിക്കാനും എനിക്കറിയാം. എൻ്റെ ഭാഷയിലെ ശ്രേഷ്ഠരായ സാഹിത്യകാരരെ, അവർ രചിച്ച സാഹിത്യകൃതികളെ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയിൽ നന്നായി എഴുതാനും വായിക്കാനും അറിയുന്നയാളാണ്. അതുപോലെ വായനാശീലമുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാഷയിലെ കന്നഡയിലെ വലിയ എഴുത്തുകാരുടെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടും ഉണ്ട്. ആ ചിന്തകൾ എന്നെ ഒരു ശില്പമെന്ന പോലെ കൊത്തി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കണേ. അദ്ദേഹം വായനയിലൂടെ എങ്ങനെ പരുവപ്പെട്ടു വന്നു എന്നാണ് പറയുന്നത്. ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവ നമ്മെ ധാരാളമായി സ്വാധീനിക്കാറുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു പുസ്തകമാണ് ആൽക്കമിസ്റ്റ്. വായിക്കുന്ന പുസ്തകങ്ങൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മെ പരിവർത്തനപ്പെടുത്താറുണ്ട്. അത്തരത്തിലുള്ള ഒരു മഹത്തായ പുസ്തകമാണ് ആൽക്കമിസ്റ്റ്. അതുകൊണ്ട് ഞാനിവിടെ ആ പേര് ഉദ്ധരിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ, ഉണ്ണുന്ന ചോറ് പോലെ, എൻ്റെ അമ്മ പറയുന്ന കഥകൾ കേട്ടു കേട്ട് എണ്ണിത്തീർത്ത നക്ഷത്രങ്ങളെ പോലെ, എൻ്റെ ഞരമ്പിൽ ഒഴുകുന്ന രക്തത്തെ പോലെ കന്നഡ ഭാഷയും എൻ്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട്. ജീവിതത്തിലെ ഏതൊരു സ്വാഭാവിക പ്രവൃത്തിയും എന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നത്. ഇപ്പോൾ നമ്മൾ ശ്വസിക്കുക എന്ന് പറയുന്നത് ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഓർമ്മിക്കാതെ തന്നെ അങ്ങ് ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണ് ചിമ്മുന്നത് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല. ഇതുപോലെ നമ്മുടെ ശാരീരിക വൃത്തികൾ എത്രമാത്രം സ്വാഭാവികമായി നമ്മുടെ ബോധപൂർവമായ ഒരു പ്രവർത്തനം ആവശ്യമില്ലാതെ നടക്കുന്നുവോ അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭാഷയും നിറഞ്ഞിരിക്കുന്നത് എന്നാണ് പ്രകാശ് രാജ് പറയുന്നത്. സ്വാഭാവികമായി തന്നെ ഭാഷയങ്ങ് വന്നു പോവുകയാണ്. ആരെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിലേക്ക് ആദ്യം ഓടി വരുന്ന ഭാഷ, നാവിലേക്ക് ആദ്യം ഓടി വരുന്ന തരത്തിലേക്ക് കന്നഡ ഭാഷ അദ്ദേഹത്തിൽ സ്വാഭാവികമായി കുടികൊള്ളുന്നു. എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത്. നമുക്ക് നമ്മുടെ സ്വന്തം ഭാഷ നന്നായി ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ മാത്രമേ അതിൽ നമുക്ക് നമ്മുടെ ആശയങ്ങൾ ആവിഷ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരാളോട് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം പറഞ്ഞു മനസ്സിലാക്കണമെങ്കിൽ അതിന് നമ്മുടെ മാതൃഭാഷയിലുള്ള പ്രാവീണ്യം വളരെ അത്യാവശ്യമാണ്. മറ്റൊരു ഭാഷയിലേക്ക് അത് മാറ്റണമെങ്കിലും ആദ്യം നമ്മുടെ സ്വന്തം ഭാഷയിൽ, ഇപ്പോൾ നമുക്ക് മലയാളം എടുക്കാം. എനിക്ക് ഒരാളോടുള്ള ദേഷ്യം അയാളോട് പ്രകടിപ്പിക്കണമെങ്കിൽ, അയാളൊരു തമിഴനോ തെലുങ്കനോ ആണെന്നിരിക്കട്ടെ, എൻ്റെ മനസ്സിൽ ആദ്യം അയാളോട് പറയേണ്ടുന്ന കാര്യങ്ങൾ, അത് ദേഷ്യത്തിലാണെങ്കിലും സംയമനത്തിലാണെങ്കിലും, ആ കാര്യങ്ങൾ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത് മലയാളത്തിലായിരിക്കും. അതിനുശേഷമാണ്
എന്താണ്, ഞാനത് കന്നഡയിലേക്കോ തെലുങ്കിലേക്കോ തമിഴിലേക്കോ ഒക്കെ ആക്കി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആദ്യം എന്ത് പഠിക്കണം? സ്വന്തം ഭാഷ പഠിച്ചിരിക്കണം. കാരണം ആ ഭാഷയിലാണ് നമ്മുടെ ഉള്ളിൽ ആശയങ്ങൾ, ഐഡിയാസ് രൂപപ്പെട്ട് വരുന്നത്. അതിനെയാണ് നമ്മൾ മറ്റു ഭാഷകളിലേക്കാക്കി മാറ്റുന്നത് പിന്നീട്. എൻ്റെ മാതൃഭാഷ കന്നഡ, എൻ്റെ മകളുടെ മാതൃഭാഷ തമിഴ്. എന്തുകൊണ്ടെന്നാൽ അവളുടെ അമ്മ തമിഴ്നാട്ടുകാരിയാണ്. അവൾ ജനിച്ചു വളർന്ന പരിസരവും തമിഴാണ്. മാതൃഭാഷ സ്ഫുരിക്കുന്ന മധുരമായ രുചി എൻ്റെ മകൾ അറിഞ്ഞില്ലല്ലോ എന്നതായിരുന്നു അന്നത്തെ എൻ്റെ ഉത്കണ്ഠയ്ക്കും കോപത്തിനും കാരണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷയായ കന്നഡ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സിരകളിലൂടെ രക്തം പോലെ ഒഴുകുന്നുണ്ട്. അത്രമാത്രം ഇഷ്ടമാണ് മാതൃഭാഷയോട്. മകളുടെ മാതൃഭാഷ, അദ്ദേഹത്തിൻ്റെ ഭാര്യ തമിഴ്നാട്ടുകാരി ആയതുകൊണ്ട് തന്നെ തമിഴാണ്. മകളാകട്ടെ ഇത് രണ്ടും നന്നായി പഠിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് രണ്ടുമല്ലാത്ത മറ്റൊരു ഭാഷയിലാണ് അവൾ ആൾക്കാരുമായി ആശയവിനിമയം നടത്തുന്നത്. ഏതായിരുന്നു? ഇംഗ്ലീഷിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സങ്കടം, ഈ രണ്ട് ഭാഷകളിലും അവൾ പ്രാവീണ്യം നേടിയില്ല, അല്ലെങ്കിൽ മാതൃഭാഷ പോലും അവൾ നല്ലവണ്ണം പഠിച്ചില്ലല്ലോ എന്നൊക്കെയുള്ള സങ്കടമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായത്. കേവലം സംവദിക്കുന്നതിന് മാത്രമുള്ളതാണ് ഭാഷയെന്ന് ഇന്നത്തെ തലമുറ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. സംവദിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആശയങ്ങൾ കൺവേ ചെയ്യുക എന്നുള്ളതാണ്. ഒരാളെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനെ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുന്നതിനെയാണ് സംവദിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെറുതെ ആൾക്കാരുമായി സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഭാഷ എന്ന് ഇന്നത്തെ ആൾക്കാർ വിചാരിക്കുന്നുണ്ട്. എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ലെങ്കിലും സംസാരിക്കാൻ അറിഞ്ഞിരുന്നാൽ മതി എന്ന് ആൾക്കാർ കരുതുന്നുണ്ട്. അതിനപ്പുറം ഒരു ഭാഷയുടെ മഹത്വം അവർക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ആവിഷ്കാരത്തിൻ്റെ രൂപമാണ്. എന്താണ്? ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭാഷ ഇങ്ങനെ സംസാരിക്കാൻ മാത്രമുള്ള ഒന്നല്ല, മനസ്സിലുണ്ടാകുന്ന എല്ലാ വികാര വിചാരങ്ങളെയും രൂപപ്പെടുത്താൻ സഹായിക്കുന്ന മാധ്യമമാണ്, മീഡിയമാണ് ഭാഷ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ആളുകൾക്ക് മനസ്സിലുണ്ടാകുന്ന ഭാവനകളെ അവർ സാഹിത്യമായിട്ടോ ചിത്രങ്ങളായിട്ടോ സംഗീതമായിട്ടോ പ്രതിമകളായിട്ടോ ഒക്കെ രൂപീകരിക്കാറുണ്ട്. അതുപോലെ നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഭാഷയുടെ രൂപത്തിലാണ് നമ്മുടെ മനസ്സിൽ ആദ്യം രൂപപ്പെട്ട് വരിക എന്നാണ് അതിൻ്റെ അർത്ഥം. സുഖദുഃഖങ്ങൾ വഹിക്കുന്ന വാഹിനിയാണ് അത്. നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് നമുക്ക് ചുറ്റുമുള്ള ജനം ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് അത് ശുദ്ധമായി സംസാരിക്കുക എന്നതാവും നാം അവർക്കും നൽകുന്ന ആദരം. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന മിക്ക കുട്ടികളും പഠിക്കുകയും അല്ലെങ്കിൽ ജീവിക്കുകയും ചെയ്യുന്ന പരിസരം എന്ന് പറയുന്നത് മലയാളത്തിൻ്റെത് അല്ലെങ്കിൽ കേരളത്തിൻ്റെതാണ്. ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഭാഷ എന്ത് തന്നെയാണ്? മലയാളം തന്നെയാണ്. നിങ്ങൾ പുറത്തേക്ക് പോയി എന്തെങ്കിലും സാധനം വാങ്ങിക്കാനായി ഏതെങ്കിലും ഒരു കടയിലേക്ക് പോകുന്നുവെന്നിരിക്കട്ടെ, ഒരു അങ്ങാടിയിലേക്ക് പോകുന്നുവെന്നിരിക്കട്ടെ, അല്ല നിങ്ങൾ ഒരു ആശുപത്രിയിലേക്ക് പോകുന്നുവെന്നിരിക്കട്ടെ, അതുമല്ല നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ്റെയോ കൂട്ടുകാരിയുടെയോ വീട്ടിലേക്ക് പോകുന്നു എന്നിരിക്കട്ടെ, ബന്ധുജനങ്ങളെ കാണേണ്ടി വരുന്നു എന്നിരിക്കട്ടെ, അവരൊക്കെ നിങ്ങളോട് സംസാരിക്കുക കൂടുതലും മലയാള ഭാഷയിലായിരിക്കും. അപ്പോൾ തീർച്ചയായും അവരോട് തിരിച്ചും നിങ്ങൾക്ക് അതേ ഭാഷയിൽ മറുപടി പറയാൻ സാധിക്കണം. ഒരുപക്ഷെ പ്രായം കൂടിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ പഴയ തലമുറയ്ക്ക് നിങ്ങൾ സംസാരിക്കുന്ന അത്രയും തമിഴോ ഫ്രഞ്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭാഷയോ കലർത്തി സംസാരിക്കാൻ അറിയണമെന്നില്ല. അപ്പോൾ അവർ സംസാരിക്കുന്ന പ്രാദേശികമായ മലയാള ഭാഷയുടെ അർത്ഥം മനസ്സിലാക്കി അവർക്ക് നിങ്ങൾ മറുപടി പറയുക എന്നുള്ളതാണ് അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ആദരം അഥവാ റെസ്പെക്റ്റ്. മനസ്സിലായല്ലോ? ഞാൻ നിങ്ങളെപ്പോലെയല്ല, വ്യത്യസ്തനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള സംസ്കാര ശൂന്യതയുടെ അടയാളമാണ്. നമ്മുടെ അത്രയും വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ ലോകപരിചയമില്ലാത്ത ഒരാളോട് നമുക്ക് അവരറിയാത്ത തരത്തിൽ അല്ലെങ്കിൽ അവർക്കറിയാത്ത ഒരു ഭാഷയിൽ സംസാരിച്ച് കാണിക്കുന്നത് വലിയ കേമത്വമൊന്നുമല്ല. അതെന്താണ്? നമ്മുടെ തന്നെ സംസ്കാരമില്ലായ്മയെയാണ് അത് സൂചിപ്പിക്കുന്നത്. അടുത്ത കാലത്ത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ പരിപാടിക്ക് അതിഥിയായി പോയിരുന്നു. നൂറുകണക്കിന് യുവാക്കളും യുവതികളുമായി സംവദിക്കാൻ അവസരം കിട്ടി. അവിടെ കൂടിയവർ വിദ്യാസമ്പന്നരും വലിയ ശമ്പളം വാങ്ങുന്നവരുമായിരുന്നു. എല്ലാവരും സ്റ്റൈലായി ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഒരു ചെറുപ്പക്കാരനോട് നിങ്ങളുടെ സ്ഥലമേതാ എന്ന് ഞാൻ ചോദിച്ചു. ചിക്കമംഗ്ലൂരിനടുത്തുള്ള ഒരു ഗ്രാമം. അയാൾ പറഞ്ഞു. പിന്നെന്താ കന്നഡയിൽ സംസാരിക്കാത്തത്? സർ, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്, അതുകൊണ്ട് കന്നഡ ശരിക്കറിയില്ല. അയാളുടെ വാക്കുകേട്ട് ചിരിയും കോപവും ഒരുമിച്ച് വന്നു. ഈ ചെറുപ്പക്കാരന്റെ അന്നത്തെ ഉത്തരം ഭാവി ജനതയിലെ എല്ലാവരുടെയും ഉത്തരമായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല.
അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ആശങ്കയുണ്ടാക്കിയ, ദേഷ്യമുണ്ടാക്കിയ ഒരു സംഭവമാണ്. പ്രകാശ് രാജ് എന്ന് പറയുന്ന വ്യക്തി എന്തുമാത്രം വലിയ ഒരു ഭാഷാസ്നേഹിയാണെന്ന് നമ്മളിപ്പോൾ കഴിഞ്ഞു പോയ ചില വരികളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ. അദ്ദേഹത്തിന്റെ മുന്നിലാണ് സ്വന്തം ദേശക്കാരനായ ഒരാൾ നിന്ന് പറയുന്നത്, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്, അതുകൊണ്ട് എനിക്ക് കന്നഡ ശരിക്ക് വരില്ല എന്ന്. എന്തൊരു വലിയ അബദ്ധമാണ് അല്ലേ. നിങ്ങളെല്ലാവരും ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന കുട്ടികളാണ്. നിങ്ങളുടെ വീടുകളിൽ ആൾക്കാർ മലയാളത്തിൽ സംസാരിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ആ ഭാഷ അറിയില്ല എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ജനങ്ങളെ കൂടി ആശ്രയിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം നിലനിൽക്കുന്നത്. നിങ്ങൾക്കൊറ്റയ്ക്ക് നിങ്ങളുടെ വീടിനുള്ളിൽ ജീവിക്കാൻ സാധിക്കില്ല. സമൂഹത്തിലേക്ക് ഇറങ്ങി അവിടെയുള്ള മറ്റു ജനങ്ങളുമായി ഇടപെട്ടും സംസാരിച്ചും കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയും മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിൽ അങ്ങനെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ മലയാളം അറിയാമായിരിക്കണം. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നുള്ള ഈ ചെറുപ്പക്കാരന് ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കാൻ അറിയൂ എന്ന് പറയുമ്പോൾ അവൻ കന്നഡ ദേശത്തെ സാധാരണക്കാരായ ജനങ്ങളുമായി ഇടപഴകി ജീവിക്കാനുള്ള യോഗ്യത അവന് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അർത്ഥം. അവന് പുറത്തിറങ്ങി അവൻ ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങാൻ പോലും ഒരുപക്ഷെ അറിയണമെന്ന് ഇല്ല. ബാക്കി നോക്കൂ. നഗര കേന്ദ്രീകൃതമായ വിദ്യാലയങ്ങളിൽ മാതൃഭാഷയെ കയ്യും കാലും കെട്ടി മൂലയിലിരുത്തിയിരിക്കുകയാണ്. വീടുകളിലും അതുതന്നെ ഗതി. ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിന്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. മാതൃഭാഷ പഠിക്കാത്ത നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം ഉള്ളപ്പോഴും അന്യരല്ലേ. അപ്പോൾ എന്താണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്? മാതൃഭാഷ പഠിക്കാത്ത നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം ഉള്ളപ്പോഴും അന്യരല്ലേ എന്ന്. ഒരു വീട്ടിലെ അച്ഛനോ അമ്മയോ അതിലേതെങ്കിലും ഒരാൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല എന്ന് കരുതുക. നിങ്ങൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കുകയും നിങ്ങൾ എപ്പോഴും ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കുകയും ചെയ്താൽ ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടാത്ത അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥ എന്തായിരിക്കും? അവർക്ക് നിങ്ങളോട് ശരിക്കും സംസാരിക്കാൻ പോലും കഴിയുകയില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പരസ്പരം അന്യരായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. ഇതിനു കാരണം എന്താണ്? നഗര കേന്ദ്രീകൃതം എന്ന് പറഞ്ഞാൽ നഗരത്തെ കേന്ദ്രീകരിക്കുന്നത്, അല്ലെങ്കിൽ നഗരത്തിലുള്ള സ്കൂളുകളുടെ അവസ്ഥ എന്താണ്? അവർ മാതൃഭാഷയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. ഇംഗ്ലീഷോ മറ്റു ഭാഷകളോ ഒക്കെയാണ് അവർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, വീടുകൾക്കുള്ളിൽ പോലും കുട്ടികൾ നല്ല രീതിയിൽ മലയാളം അല്ലെങ്കിൽ മാതൃഭാഷ ഉപയോഗിക്കാൻ മടിക്കുകയും അതുപോലെ തന്നെ അവർക്കൊരു ആശങ്ക ഉണ്ടാവുകയും ചെയ്യും. മനുഷ്യർക്ക് ജീവിതത്തിന്റെ അനിവാര്യതയും ആവശ്യവും കാരണം എത്ര ഭാഷ വേണമെങ്കിലും പഠിക്കാം. ഇംഗ്ലീഷിൽ സംസാരിക്കാനും എഴുതാനും പഠിക്കുന്നത് സന്തോഷകരമായ കാര്യം തന്നെ. പക്ഷേ ഇംഗ്ലീഷ് അറിയില്ല എന്നത് തന്നെ തെറ്റാണെന്നും ജീവിതത്തിലെ ദുരന്തമാണെന്നും കരുതുന്നുണ്ടല്ലോ. ഇത് എത്രത്തോളം ശരിയാണ്? അപ്പോൾ ഒരാൾക്ക് ഭാഷ പഠിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. എത്ര ഭാഷകൾ വേണമെങ്കിലും നമുക്ക് പഠിക്കാം. അതുകൊണ്ടുള്ള ഉപകാരം എന്താണ്? ആ ഭാഷയിലുള്ള ഏതെങ്കിലുമൊക്കെ അറിയിപ്പുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ വായിക്കാൻ സാധിക്കും. എന്തെങ്കിലും ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ആ രാജ്യത്ത് പോകേണ്ടി വന്നാൽ അവിടെയുള്ള ആൾക്കാരുമായി സംസാരിക്കാൻ സാധിക്കും. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇംഗ്ലീഷ് മാത്രമേ അറിയൂ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല എന്നുള്ളതൊരു വലിയ നാണക്കേടായിട്ട് ഒരിക്കലും ആരും കരുതാൻ പാടില്ല. അയ്യോ, എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല എന്നൊരു നാട് തന്നെ അപകർഷബോധത്തോടെ അലയുന്നത് ദുരന്തമല്ലേ? അപ്പോൾ ഇവിടെയുള്ള ഇന്ത്യയിലുള്ള ആൾക്കാർ മുഴുവനും എനിക്ക് അമേരിക്കക്കാരെ പോലെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നത് ദുരന്തമല്ലേ എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം. അത് പോകട്ടെ, ഇംഗ്ലീഷിൽ നെകളിച്ച് നടക്കുന്നുണ്ടല്ലോ ചിലർ. അവരെങ്കിലും ആ ഭാഷ ശരിക്കും പഠിച്ചിട്ടാണോ സംസാരിക്കുന്നത്? അതുമല്ല, ഷേക്സ്പിയർ, വേർഡ്സ്വർത്ത്, കീറ്റ്സ്, ഹെമിംഗ്വേ, മിൽട്ടൺ തുടങ്ങി ഇംഗ്ലീഷിലെ ഏതു ചിന്തകരെക്കുറിച്ചും ഒന്നും അറിയില്ല. ആംഗല ഭാഷയുടെ സൗന്ദര്യം, സാഹിത്യം, ദർശനങ്ങൾ തുടങ്ങിയവ ഒന്നും അറിയാതെ കേവലം വ്യാപാരത്തിന്റെ ആവശ്യങ്ങൾക്കു വേണ്ട ചില പദങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സമ്മതിക്കുക? അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയാമായിരിക്കും. അതിനർത്ഥം അവർക്ക് ഇംഗ്ലീഷ് അറിയാം എന്നല്ല. ഇംഗ്ലീഷ് എന്ന ഭാഷ അറിയാം എന്ന് പറയണമെങ്കിൽ എന്തറിഞ്ഞിരിക്കണം? ആ ഭാഷയുടെ സംസ്കാരം, അതിലെ പ്രശസ്തരായ എഴുത്തുകാർ, അവരുടെ എണ്ണം പറഞ്ഞ കൃതികൾ, ഇവയെക്കുറിച്ചെല്ലാം അറിഞ്ഞിരിക്കണം. ഇവയെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ എനിക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞാൽ അതൊരു പൊട്ടത്തരം മാത്രമാണ് എന്ന് പ്രകാശ് രാജ് പറയുകയാണ്. ഇതിനകത്തൊരു വാക്ക് നിങ്ങൾ കണ്ടോ? കേവലം വ്യാപാരത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ട ചില പദങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട്
ഇംഗ്ലീഷ് എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സമ്മതിക്കുക? കേവലം വ്യാപാരത്തിന്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ ബിസിനസ് എന്നുള്ള, കച്ചവടം എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുതേ. വ്യാപാരം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വെറുതെ സംസാരിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല ഭാഷ. സംസാരിക്കാൻ മാത്രമുള്ള പദങ്ങളെ നിങ്ങളുടെ പക്കലുള്ളൂ. നിങ്ങൾക്കൊരു ഭാഷയിലെ കുറെ വാക്കുകൾ അറിയാം, അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾക്ക് ആ ഭാഷ അറിയാമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഭാഷ എന്നത് കേവല പദബന്ധമാണെന്ന് മനസ്സിലാക്കിയവർക്ക് ജീവിതം തന്നെ അറിയില്ല എന്നർത്ഥം, ജീവിക്കാനും അറിയില്ല എന്നർത്ഥം. അപ്പോൾ ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ അതെന്തുമാത്രമാണ്? അത് അതിനകത്തുള്ള വാക്കുകൾ മാത്രമാണ് എന്ന് കരുതിയാൽ അത് തെറ്റാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയഭേദകമായ ഒരു സങ്കടാവസ്ഥ ആരെയെങ്കിലും അറിയിക്കണമെന്ന് വിചാരിക്കുക. കുറെ വാക്കുകൾ മാത്രം നിങ്ങൾ അടുക്കി വെച്ചതുകൊണ്ട് അത് മറ്റൊരാളെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. ഒരു ഭാഷയിലെ ഏതേത് വാക്കുകൾ ഏതൊരു ഭാവത്തോടുകൂടി ഏത് വികാരത്തോടുകൂടി എങ്ങനെ പ്രയോഗിക്കണം എന്നറിഞ്ഞിരുന്നാൽ മാത്രമേ ആശയം നിങ്ങൾക്ക് കൃത്യമായി മറ്റൊരാളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇക്കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഷേക്സ്പിയറുടെ ഇംഗ്ലീഷിന്റെ സൗന്ദര്യം മനസ്സിലാവില്ല, ഡൊണാൾഡ് ട്രംപിന്റെ ഇംഗ്ലീഷിന് പിറകിലുള്ള ക്രൗര്യവും മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു തലമുറയ്ക്ക് ഭാഷയുടെ സൗന്ദര്യം എന്താണെന്നും ഭാഷയുടെ ആക്രോശം എന്താണെന്നും മനസ്സിലാവുകയില്ല. ഭാഷ മനുഷ്യ ജീവിതത്തെയും അവരുടെ ധാരണകളെയും അതുപോലെ പ്രതിഫലിപ്പിക്കുന്നു. ഭാഷ എന്ത് ചെയ്യുകയാണ്? ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയാണെന്ന് അയാളുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തെലുങ്കു നാട്ടിലെ വരൾച്ച കൊണ്ട് കഷ്ടപ്പെടുന്ന രായലസീമയിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ ചെയ്ത പാപങ്ങളൊന്നും ദഹിക്കാനാവാതെ നീ വയറു പൊട്ടി ചാവും, നോക്കിക്കോ എന്ന് കഠോരമായി ശകാരിക്കും. അപ്പോൾ തെലുങ്ക് നാട്ടിൽ എന്താണ് പ്രശ്നം? അവിടെ വരൾച്ചയാണ്. അവിടെയുള്ള ആൾക്കാർ അപ്പോൾ ഒരാളെ ശപിക്കുകയാണെങ്കിൽ ഈ വരൾച്ചയുമായി ബന്ധപ്പെടുത്തിയാണ് ശപിക്കുക. അടുത്ത നോക്കൂ. എന്നാൽ ഗോദാവരി കൃഷ്ണ നദീതീരങ്ങളിലെ ജനം നീ ചെയ്ത പാപങ്ങളൊക്കെയും ഒരു ദിവസം ഫലമായി വീഴും, നോക്കിക്കോ എന്ന് പഴങ്ങളെ രൂപകങ്ങളായി ഉപയോഗിച്ച് നയത്തിൽ ശകാരിക്കും. എന്തുകൊണ്ടെന്നാൽ സമൃദ്ധമായി മരങ്ങളുള്ള പ്രദേശമാണ് അത്. അവർ പറയുന്ന വാക്കുകളിൽ അവിടുത്തെ ജനതയുടെ ജീവിതവും പ്രാദേശികമായ സമ്പൽ സമൃദ്ധിയും ഒക്കെ കാണാവുന്നതാണ്. അപ്പോൾ രായലസീമയിൽ കൊടും വരൾച്ചയാണ് എന്ന് വെച്ചാൽ ഒരു തുള്ളി വെള്ളം പോലും അവിടെ കിട്ടാനില്ല, പിന്നെ മഴ പെയ്യുന്നില്ല, ഒരു സമൃദ്ധിയും ഇല്ല അവിടെ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാർ ആരെയെങ്കിലും ശപിക്കുകയാണെങ്കിൽ എന്തു പറയും? നീ വയറ് പൊട്ടി ചാവും എന്ന് പറഞ്ഞ് ശപിക്കും. ചെയ്ത പാപങ്ങളൊന്നും ദഹിക്കാനാവാതെ നീ എന്ത് ചെയ്യും? വയറ് പൊട്ടി ചാവും എന്നാണ് അവർ ശപിക്കുക. കാരണം അവിടെ കൊടും വരൾച്ചയുള്ള ഒരു പ്രദേശമാണ്. എന്നാൽ ഗോദാവരി നദിയുടെ തീരങ്ങൾ എങ്ങനെയുള്ളതാണ്? സമ്പൽ സമൃദ്ധമാണല്ലേ. അവിടെ നിറയെ മരങ്ങളുണ്ട്, മരങ്ങളിലെല്ലാം നിറയെ പഴങ്ങളുണ്ട്, ഫലമൂലാദികൾ ഇങ്ങനെ കായ്ച്ച് കിടക്കുന്ന വളരെ സമൃദ്ധമായ ഒരു പ്രദേശമാണ് അത്. അതുകൊണ്ട് തന്നെ അവരെന്തു പറയും? നീ ചെയ്ത പാപങ്ങളെല്ലാം ഒരിക്കൽ ഫലമായി വന്ന് പതിക്കും എന്ന് വെച്ചാൽ ചെയ്ത പാപം എന്ന് പറയുന്നത് ഒരു മുള മാത്രമാണ് അല്ലേ, ഒരു ചെറിയ ഒരു വിത്തിടലാണ് ഒരു പാപം. ഈ പാപം വിത്തിട്ട് വളർന്ന് വലുതായി മരമായി അതിൽ നിന്ന് പഴമുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു പാപം വളർന്ന് വലുതായി പാകമായി ഒരിക്കൽ അത് നിന്റെ തലയ്ക്ക് മുകളിൽ തന്നെ പതിക്കും എന്നുള്ള തരത്തിലാണ് അവർ സംസാരിക്കുക. അപ്പോൾ അവരുടെ ശാപവാക്കുകൾ പോലും അവരുടെ പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിലൂടെ ആ ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നുകൂടിയാണ് അർത്ഥം എന്ന് പറയുന്നത്. ഒരു നാടിന്റെ വിചാരധാരയെ, ജീവിതത്തെ രേഖപ്പെടുത്തിയ അനേകം എഴുത്തുകാരെ അറിയാതെ കേവലം വ്യാപാരത്തിന് വേണ്ടി മാത്രം ഭാഷ പഠിക്കുന്ന മനസ്ഥിതി ഉള്ളതുകൊണ്ടാണ് നാം നമ്മുടെ അസ്തിത്വം തന്നെ കളഞ്ഞു കുളിച്ചിരിക്കുന്നത്. എന്താണ്? ഒരു നാടിന്റെ വിചാരം എന്താണ്, അവിടുത്തെ എഴുത്തുകാരുടെ ജീവിത രീതി എന്താണ്, അവരുടെ ഭാഷ എങ്ങനെയാണ്, ഇതൊന്നും അറിയാതെ ആ ഭാഷ സംസാരിക്കാൻ മാത്രം അറിയാം എന്ന് വിചാരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഭാഷയെ അറിയാം എന്നർത്ഥമില്ല. അതിലൂടെ നാം നമ്മുടെ മാതൃഭാഷയെ തന്നെ നിരാകരിക്കുകയാണ്. നിരാകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃഭാഷയെ ഒഴിവാക്കി നിർത്തിയിട്ടാണ് നാം ആ അന്യഭാഷ പഠിക്കാൻ പോകുന്നത്. എന്നാൽ അത് പൂർണ്ണമായി പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നില്ല. അതും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? വെറുതെ സംസാരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഭാഷയും അറിയില്ല, മറ്റൊരു ഭാഷയും അറിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നു. ഇംഗ്ലീഷ് ഭാഷയെ കവചമാക്കിക്കൊണ്ട് ആ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിതം തന്നെ
വ്യർത്ഥമാണെന്ന് പേടിപ്പിക്കുകയാണ്. അപ്പോൾ ചിലർ പറയുന്നു എന്താണ്, ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് ജീവിതം തന്നെ നശിച്ചു പോയിരിക്കുകയാണ്. ഇംഗ്ലീഷ് ഒരു ലോക ഭാഷയല്ലേ, നിങ്ങൾക്കത് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ അയ്യോ എന്തൊരു കഷ്ടമാണ് നിങ്ങളുടെ ജീവിതം എന്നൊക്കെ ആൾക്കാർ മറ്റുള്ളവരെ വെറുതെ പേടിപ്പിക്കുകയാണ്. ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു. കാരണം എന്താണ്, അവർ സംസാരിക്കുന്ന ഭാഷ നമുക്ക് ലവലേശം പോലും അറിയില്ല എന്നുള്ള ധൈര്യത്തിന് മുകളിലാണ് അവർ നമ്മുടെ തന്നെ മുന്നിൽ വെച്ച് നമുക്കെതിരെ പദ്ധതികൾ ആസൂത്രണം ചെയ്തത്. നമുക്ക് അവരുടെ ഭാഷ അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, അവർ പറയുന്ന കാര്യങ്ങളെല്ലാം വലിയ കാര്യങ്ങളാണെന്ന് കരുതി അവയുടെ അർത്ഥം ഗ്രഹിക്കാതെ ക്രമേണ അവരുടെ അടിമകളായി മാറുകയായിരുന്നു. മനുഷ്യൻ ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിന്റെ ആളായി മാറും എന്ന സത്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു. എന്നാൽ അവരെന്ത് ചെയ്തു, അവരിവിടെ വന്ന് നമ്മുടെ ഭാഷ, ഓരോ ദേശത്തെയും ഭാഷ കൃത്യമായി പഠിച്ച് നമ്മുടെ പുസ്തകങ്ങളെല്ലാം അവരുടെ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത്, അവരുടെ ഭാഷയിലെ പുസ്തകങ്ങളെല്ലാം നമ്മുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് നമ്മുടെ ഭാഷയിൽ അവർ ആധിപത്യം നേടിയെടുത്തു എന്നുള്ളതാണ് സത്യം. അവർക്കറിയാമായിരുന്നു എന്താണ്, അവർ ഇവിടുത്തെ ഭാഷ സംസാരിച്ചാൽ ഇവിടത്തുകാർ അവരെ ക്രമേണ ഇവിടെയുള്ള ഒരാളായി തന്നെ കണക്കാക്കും. അതിലൂടെ അവർക്ക് സമൂഹത്തിലേക്ക് നുഴഞ്ഞു കയറി ആൾക്കാരുടെ മനസ്ഥിതിയിൽ മാറ്റം വരുത്തി അവരെ തന്നെ ഭരിക്കാൻ സാധിക്കുമെന്നുള്ള സത്യം അവർ തിരിച്ചറിഞ്ഞിരുന്നു. ഇളയച്ഛൻ, ഇളയമ്മ, വല്യച്ഛൻ, അമ്മാമൻ ഇങ്ങനെ കൂട്ടുകുടുംബമായി ജീവിക്കുന്ന നമ്മുടെ സംസ്കാരത്തിൽ ഇല്ലാത്ത ഭാഷയെ ഒരു ചോദ്യം പോലും ചോദിക്കാതെ നമ്മുടെ വീട്ടിൽ അനുവദിച്ചതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെല്ലാം അങ്കിളും ആന്റിയുമായി തീർന്നിരിക്കുന്നു. എന്താണ്, നമുക്ക് മലയാളത്തിൽ ഓരോ ബന്ധുക്കളെയും വിശേഷിപ്പിക്കാൻ ഒരുപാട് വാക്കുകളുണ്ട് അല്ലേ. ചിറ്റപ്പൻ, ചിറ്റമ്മ, അല്ലെ കുഞ്ഞമ്മ, കുഞ്ഞപ്പൻ, പിന്നെ മാമൻ, അമ്മാവൻ, അതുപോലെ ഒരുപാട് വല്യച്ഛൻ, വല്യമ്മ, മൂത്തമ്മ, മേമ, അങ്ങനെ 100 കണക്കിന് ബന്ധങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ഈ ബന്ധങ്ങളെയെല്ലാം അവർ ഒറ്റ വാക്കുകളിൽ ഒതുക്കുകയാണ് ചെയ്യുന്നത്. പുരുഷന്മാരായിട്ടുള്ള വല്യച്ഛനാണെങ്കിലും അമ്മാവനാണെങ്കിലും ചിറ്റപ്പനാണെങ്കിലും അവർക്ക് അങ്കിൾ ആണ്. ഇതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ കാര്യവും. അമ്മായിയാണെങ്കിലും അപ്പച്ചിയാണെങ്കിലും മാമിയാണെങ്കിലും ഇനി ചിറ്റമ്മയാണെങ്കിലും മൂത്തമ്മയാണെങ്കിലും മേമയാണെങ്കിലും അവർക്കൊരൊറ്റ വാക്കേ അതിന് പകരമുള്ളൂ, ആൻറ്റി. നമ്മൾ അവരുടെ ഭാഷ സംസാരിക്കുമ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ ഭാഷയുടെ വൈവിധ്യം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇംഗ്ലണ്ടിൽ ജനിച്ച് വെയിൽ കാണാത്ത കുട്ടികൾ റെയിൻ റെയിൻ ഗോയവേ എന്ന് പാടുമ്പോൾ അതിന് അർത്ഥമുണ്ട്. പക്ഷെ മഴയില്ലാതെ തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിന്റെ മക്കൾ റെയിൻ റെയിൻ ഗോയവേ എന്ന് പാടാമോ? അവർ പാടേണ്ടത് എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക, ഞങ്ങൾക്കു 4 വെള്ളം പകരുക എന്നല്ലേ. ഇവിടുത്തെ പാഠ്യപദ്ധതിയെക്കുറിച്ചുള്ള വിമർശനമാണ് പ്രകാശ് രാജിന്റെ വരികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മലയാളികളായ നമ്മളും തമിഴരായ അവരും കന്നഡികരായിട്ടുള്ള പ്രകാശ് രാജിനെ പോലെയുള്ള ആൾക്കാരുമൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു കവിതയാണ് റെയിൻ റെയിൻ ഗോയവേ എന്നുള്ളത്. അത് എവിടെ എഴുതപ്പെട്ടതാണ്? ഇംഗ്ലണ്ടിൽ എഴുതപ്പെട്ടതാണ് അല്ലേ. അവിടെയുള്ള കുട്ടികൾ പൊതുവെ മഴമേഘങ്ങൾ അങ്ങനെ കാണാറില്ല എന്ന് മാത്രമല്ല നല്ല തണുത്ത പ്രദേശവുമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു മഴ പെയ്യേണ്ടുന്നതിൻ്റെ അത്യാവശ്യമൊന്നും അവിടെ ഇല്ല. എന്നാൽ നമ്മൾ എങ്ങനെയാണ്? നാം നിരന്തരം ഓരോരോ ഋതുക്കളെ, ഓരോ കാലാവസ്ഥകളെ നേരിടുന്നവരാണ്. കനത്ത വേനലിനു ശേഷം നാം മഴയെ പ്രതീക്ഷിക്കുന്നവരാണ്. കൃഷി ചെയ്യുന്നതിനും സമൃദ്ധിക്കും വേണ്ടി നാം മഴ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ എന്തിനാണ് റെയിൻ റെയിൻ ഗോയവേ എന്നുള്ള ഒരു പദ്യം പഠിപ്പിക്കുന്നത്? എന്തിനാണ് അത് നാം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഇവിടെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് കൊടും വരൾച്ചയും വേനലും ഒക്കെയാണ്. അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ എന്ത് പാടണം? റെയിൻ റെയിൻ ഗോയവേ എന്നല്ല, എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക, മേഘമേ നീ പോകരുത്, ഞങ്ങൾക്ക് 4 വെള്ളം പകരുക. മഴ പെയ്യാത്ത മേഘത്തോട് പോലും അതിനെ ക്ഷണിച്ചു നിർത്തി അതിനോട് വെള്ളം യാചിക്കേണ്ടുന്ന അവസ്ഥയിലാണ് നാം. അങ്ങനെയുള്ള നാം എന്തിന് മഴയോട് പോകാൻ പറയുന്നു? അല്ലെങ്കിൽ എന്തിന് നാം ആ അർത്ഥം വരുന്ന ഒരു ഇംഗ്ലീഷ് പാട്ട് പഠിക്കുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഓരോരുത്തരും ജീവിക്കുന്ന പ്രദേശത്തിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കണം നാം പഠിക്കേണ്ടുന്നത്. നമ്മുടെ നാടിന്റെ സംസ്കാരവും ഭൂപ്രകൃതിയും ആവാസ വ്യവസ്ഥയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം നമ്മുടെ പാഠ്യപദ്ധതി തയ്യാറാക്കി പഠിക്കാൻ എന്നാണ് ഇവിടെ പ്രകാശ് രാജ് പറയുന്നത്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒരു കാരണവശാലും മാറ്റാനാവില്ല. ഞാൻ പിറന്ന ജാതിയുമായി എനിക്ക് ഒരു ബന്ധവുമില്ല. അത് എൻ്റെ മേൽ വെറുതെ ചുമത്തപ്പെട്ടതാണ് എന്നതുകൊണ്ട് അതിനെ മാറ്റാം. എന്താണ്? ഒരാൾ ജനിക്കുമ്പോൾ ആ ജനിക്കുന്നയാളിൻ്റെ കയ്യിലോ കാലിലോ എവിടെയും അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയും
ഇന്ന ജാതിയിൽപ്പെട്ടയാളാണ് എന്ന് എഴുതി വെച്ചിട്ടില്ല. പക്ഷേ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് കാലാകാലങ്ങളായി പാലിച്ചു വരുന്ന ഒരു ജാതി ഉണ്ടാകാം, അല്ലെങ്കിൽ അവർ തുടർന്ന് പോരുന്ന ഒരു ജാതി സമ്പ്രദായം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ആ കുട്ടിക്കും ക്രമേണ ആ ജാതി പേര് അല്ലെങ്കിൽ ആ ജാതിയുടെ ഒരു ലേബൽ അടിച്ചു കിട്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് പ്രകാശ് രാജിനും സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ അദ്ദേഹം ആ പേര് ജാതി പേര് കൂടെ വെച്ചാൽ മതി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജാതി പറയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ ആർക്കും അവരുടെ മാതൃഭാഷയെ മാറ്റാനാവില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് പെറ്റമ്മയെ മാറ്റുന്നത് പോലെയാവും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? നമ്മൾ ജനിച്ചു വളർന്ന ഭാഷ, നമ്മുടെ സ്വന്തം മാതൃഭാഷയെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും കേരളീയരും മലയാളികളുമാണ് അല്ലേ? ഇന്ന് രാവിലെ നിങ്ങൾ തീരുമാനിക്കുകയാണ് എൻ്റെ മാതൃഭാഷ മാറ്റി ഞാനിതാ തെലുങ്കാക്കാൻ പോകുന്നു എന്ന്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും അത് നടക്കുകയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തെലുങ്കിൽ അല്ലെങ്കിൽ കന്നഡയിൽ അല്ലെങ്കിൽ തമിഴിൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും ആ ഭാഷയെ പഠിക്കാനും അതിൽ പ്രാവീണ്യം നേടാനും സാധിക്കുമായിരിക്കും. പക്ഷേ നിങ്ങൾക്കൊരു ദുഃഖം വന്നാൽ, ഒരു ദേഷ്യം വന്നാൽ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പോലും സങ്കടം പങ്കുവെക്കുന്നതും കരയുന്നതും നിങ്ങളുടെ മാതൃഭാഷയിലായിരിക്കും. നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരിക നിങ്ങളുടെ മാതൃഭാഷയിലായിരിക്കും. പഠിക്കുന്ന ഭാഷകളെ നമുക്ക് ദ്വിതീയ ഭാഷകളായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പ്രാഥമികമായി നാം പരിഗണന കൊടുക്കേണ്ടുന്നത് നമ്മുടെ മാതൃഭാഷയ്ക്കു തന്നെയാണ്. അതുകൊണ്ടാണ് വള്ളത്തോൾ നാരായണ മേനോൻ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് പാടിയത്. എന്ന് വെച്ചാൽ അതിനർത്ഥം നമ്മുടെ മാതൃഭാഷയാണെന്ന് എന്നും നമ്മുടെ പെറ്റമ്മ. നമ്മുടെ ഉള്ളിൽ വികാരങ്ങളും വിചാരങ്ങളും ആശയങ്ങളും എല്ലാം രൂപപ്പെടുന്നത് നമ്മുടെ സ്വന്തം ഭാഷയിലാണ്. മറ്റു ഭാഷകൾ നമുക്ക് ഉപയോഗിക്കാനും അതിൽ എഴുതാനും വായിക്കാനും അറിയാമായിരിക്കും. പക്ഷേ അതൊക്കെ നമുക്ക് ദ്വിതീയമായി, അതായത് സെക്കൻഡറി ആയി മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ എന്നാണ് അദ്ദേഹം ഈ വരികളിലൂടെ ഉദ്ദേശിച്ചത്. നമ്മെ വിഴുങ്ങുന്ന മൗനം. പ്രകാശ് രാജ്. വിവർത്തനം സുധാകരൻ രാമന്തളി.